ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എയിം സ്റ്റഡീസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കോശം എന്ന ടോപ്പിക് ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക് അല്ലേ, ബേസ് അല്ലേ, അപ്പൊ അതിലെന്താണ് റാങ്ക് മേക്കിംഗ് എന്നുള്ളത്. അതായത് നമ്മൾ എഴുതാനിരിക്കുന്ന പരീക്ഷകളിൽ ഒരു റാങ്ക് മേക്കിംഗ് ആയി കോശം എന്ന ടോപ്പിക്കിനെ ചൂസ് ചെയ്യാണെന്ന് എന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതൊക്കെ ഫാക്ടുകളാണ്, അതായത് നമ്മൾ ഇതുവരെ SCRT ഓറിയന്റഡ് ആയിട്ട് പഠിച്ചപ്പോൾ കാണാതെ പോയ കുറച്ച് പേരുകളും കുറച്ച് ഫാക്ടുകളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ബേസ് മുതൽ റാങ്ക് മേക്കിംഗ് വരെ നിങ്ങൾക്കൊരു കൺസോൾട്ടേറ്റഡ് ആയിട്ട് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. ഫ്രീ ക്ലാസ്സുകളുടെ ലിങ്ക് ലഭിക്കുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സാപ്പിലൂടെ തന്നെ നമ്മുടെ ഫ്രീ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കോശമാണെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം, നമ്മൾ വരാനിരിക്കുന്ന LP-UP പരീക്ഷയ്ക്കാണെങ്കിലും കേട്ടറ്റിനാണെങ്കിലും നമ്മുടെ ജനറൽ PSC പരീക്ഷകൾക്കാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് കോശം, അല്ലെ? അതിലൊരു ചോദ്യം ഉറപ്പുള്ള മേഖല തന്നെയാണ്. അപ്പൊ LP-UPയുടെ ലോങ് ടേം ബാച്ചുകൾ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നമ്മൾ കോഴ്സുകൾ നൽകുന്നത്. അപ്പോൾ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ കേട്ടറ്റ് നേടിയെടുത്താലേ LP-UP എന്ന സ്വപ്നം നമ്മൾക്ക് സാഫല്യമാവാനായിട്ടുള്ള ആദ്യ പടി എന്ന് വെച്ച് എടുത്ത് കയറാൻ പറ്റും. അതുകൊണ്ട് തന്നെ കേഡറ്റ് കാറ്റഗറി 1, 2, 3, 4 എന്നിവയ്ക്കായി പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ക്രാഷ് കോഴ്സും അതോടൊപ്പം തന്നെ ഒരു ബൂസ്റ്റർ ബാച്ചും നമുക്ക് എയിം സ്റ്റഡി സെന്ററിൽ അവൈലബിൾ ആണ്. കഴിഞ്ഞ 10 കേഡറ്റിലായി 7000-ഓളം പേരെ വിജയിപ്പിച്ച ആ ഒരു സ്ട്രാറ്റജിയോടൊപ്പം തന്നെ നിങ്ങളുടെ കേഡറ്റ് പഠനം ഇനി ഊർജിതമാക്കാം. അത് കൂടാതെ തന്നെ കേഡറ്റിന്റെ 5000-ഓളം ഇമ്പോർട്ടന്റ് ചോദ്യങ്ങൾ വരുന്ന സ്പെഷ്യൽ ബൂസ്റ്റർ ബാച്ചുകൾ കൂടെ നമ്മൾ വെറും 799 രൂപയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537080 നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു 799 രൂപയുടെ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ സൈക്കോളജിയിൽ നിന്നും 1500-ലേറെ ചോദ്യങ്ങൾ, ഇംഗ്ലീഷിൽ നിന്നും 1000-ലേറെ ചോദ്യങ്ങൾ, മലയാളത്തിൽ നിന്നും 1000-ലേറെ, നിങ്ങളുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട 1000-ലേറെ 5 മോഡൽ എക്സാമുകൾ, PYQസും ഫ്രീ ലൈവും PDF-ഉം, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ആണ് ഈ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പൊ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം, നിങ്ങളുടെ പഠനം ഇനി ബൂസ്റ്റപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? കോശമാണ്, അല്ലെ? അപ്പൊ എന്താണ് കോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവന്റെ അടിസ്ഥാനപരമായ കണം. അപ്പൊ നമ്മളെല്ലാ വസ്തുക്കളും എന്തുകൊണ്ട് നിർമ്മിതമാണ്, ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ പദാർത്ഥങ്ങളും എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവനുള്ള എല്ലാ വസ്തുക്കളും അതിന്റെ അടിസ്ഥാനപരമായ കണമാണ് ഇതെന്ന് പറയുന്നത് കോശം എന്ന് പറയുന്നത്. അതിനകത്ത് ആ കോശത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും ആ കോശത്തിന്റെ അകത്തുള്ള പരിപാടികളൊക്കെ നടക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ആരുണ്ട്, കുറേ കോശാംഗങ്ങളുണ്ട്, അല്ലെ? ഇപ്പൊ നമ്മൾ അതിനെ റൈബോസോം എന്ന് പറയും, ക്രൊമാറ്റിൻ ജാലിക എന്ന് പറയും, ഗോൾജി ബോഡി എന്ന് പറയും, മൈറ്റോകോൺട്രിയ എന്ന് പറയും. ഇവിടെ എല്ലാം ജീവധർമ്മങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്, അല്ലെ? അവയുടെ എല്ലാവരും ഓരോ പരിപാടികളാണ് ചെയ്യുന്നത്. നമ്മളൊരു ഓഫീസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ അതിന് വേറെ വേറെ വേറെ, ഇപ്പൊ ഒരു മാനേജർ ഉണ്ടാവും, പിന്നെ കുറെ സ്റ്റാഫുകൾ ഉണ്ടാവും, ടൈപ്പിസ്റ്റ് ഉണ്ടാവും, എഡിറ്റർ ഉണ്ടാവും, അല്ലെ? ഇപ്പൊ നമ്മുടെ എയിം സ്റ്റഡി സെന്റർ എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ ഒരു ഓഫീസ് പോലെയാണ് ആര് പ്രവർത്തിക്കുന്നത്, കോശം പ്രവർത്തിക്കുന്നത്, അല്ലെ? അതേപോലെ തന്നെ എന്താണ്, ഇങ്ങനെ വ്യത്യസ്തമായ വർക്കുകൾ ചെയ്യുന്ന ഒരുപാട് കോശാംഗങ്ങൾ ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമാണ് ഒരു സെല്ലിന്റെ കൃത്യമായിട്ടുള്ള പെർഫോമൻസ് നൽകുന്നത്, അല്ലെ? അപ്പൊ ആ കൂട്ടായ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട ഫാക്ടുകൾ ആരൊക്കെയാണ് കണ്ടെത്തിയത് പോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒപ്പം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ മറന്നു പോകരുത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ഇത്, കോശം, അല്ലെ? അപ്പൊ നമുക്ക് ഇതിൽ ആദ്യം കാണാനായിട്ട് സാധിക്കും, നിങ്ങൾക്കൊരു കോശം കാണാം. അതിലൊരു കോശസ്തരമുണ്ട്, അതായത് അതിന്റെ ഒരു വാളുണ്ട്, അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പോർഷൻസ്, അല്ലെ? അതാണ് കോശദ്രവ്യം. ഈ കോശദ്രവ്യത്തിനകത്ത് ആരൊക്കെ ഉണ്ട്, ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിന് അതേപോലെ തന്നെ എന്താണ് റൈബോസോം എന്ന് പറയുന്ന ചെറിയ ചെറിയ ബോൾസിന്റെ ഷേപ്പിൽ കാണുന്നുണ്ട്, ഒരു മൈറ്റോകോൺട്രിയ ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞ ഇങ്ങനെ സഞ്ചാരപാത പോലെ, അല്ലെ? ഒരു പാത പോലെ കാണുന്ന ഒരു മെറ്റീരിയൽസ് ഉണ്ട്. ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്നാണ് എന്ത്, കോശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കോശത്തെ കുറിച്ചുള്ള കണ്ടെത്തലുകളും പഠനം ആരംഭിച്ച സമയത്ത് ഈ കോശത്തെ കുറിച്ചുള്ള പഠന ശാഖയെ പറയുന്ന പേര് നിങ്ങൾക്കറിയാവോ? അതാണ് സൈറ്റോളജി, അല്ലെ? അപ്പൊ ഈ സൈറ്റോളജിയുടെ പിതാവ് എന്ന് പറയുന്നത് റോബർട്ട് ഹൂക്ക് ആണ്. അപ്പൊ ഓക്കെ, ആദ്യമായി ഒരു കോശം കണ്ടെത്തിയ വ്യക്തി എന്ന് ചോദിച്ചാൽ നമുക്ക് ആരെ പറയാനായിട്ട് സാധിക്കും? റോബർട്ട് ഹൂക്കിനെ പറയാനായിട്ട് സാധിക്കും. അതിനുശേഷം ഈ പറയുന്ന കോശ വിജ്ഞാനീയ ചരിത്രത്തിലെ നാഴിക കല്ലുകൾ എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികളെ കുറിച്ച് കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലെ? ആരൊക്കെയാണ്? റോബർട്ട് ബ്രൗൺ, അല്ലെ? നമ്മുടെ കോശത്തിന്റെ മർമ്മം എന്നൊക്കെ പറയാൻ സാധിക്കുന്ന കോശമർമ്മമായിട്ടുള്ള ന്യൂക്ലിയസിനെ കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്നത്. കോശകേന്ദ്രം കണ്ടെത്തി, അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. എപ്പോഴാണ്? 1831 ഇത്.
ഓക്കെ, അതിനുശേഷം നമ്മളിപ്പോ കോശം കണ്ടെത്തിയത് ആരാണെന്ന് പറഞ്ഞു? റോബർട്ട് ഹൂക്ക് ആണെന്ന് പറഞ്ഞു അല്ലെ. എന്നാൽ സസ്യകോശങ്ങളെ കണ്ടെത്തിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? MJ ഷ്ലീഡൻ എന്ന് പറയുന്നത്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ വ്യക്തി 1838 സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ഷ്ലീഡൻ. അപ്പൊ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ വ്യക്തി ആരായിരിക്കും? അത് തിയോഡർ ഷ്വാൻ ആണ്. 1839. 38 സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് MJ ഷ്ലീഡൻ കണ്ടെത്തി. 1839 ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് തിയോഡർ ഷ്വാനും കണ്ടെത്തി. ഇനി ഇവരെല്ലാവരും കൂടെ ഈ തിയറികളെല്ലാം കൺസോൾഡേറ്റ് ചെയ്ത് എന്ത് മുന്നോട്ട് വെച്ചു? കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. ഈ കോശ സിദ്ധാന്തത്തെ ഒന്നുകൂടെ പുനരാവിഷ്കരിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? റുഡോൾഫ് വിർഷോ എന്ന് പറയുന്നത്. വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിക്കുകയും നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള തിയറി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ആര്? റുഡോൾഫ് വിർഷോ എന്ന് പറയുന്നത്. 1858 ഇത് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രധാനപ്പെട്ട ഒരു മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം തന്നെയാണ് ഇത് അല്ലെ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് വന്നു. എന്താണ്? കോശത്തിന്റെ അകത്തുള്ള ജീവധർമ്മ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് നടന്നു പോകണം എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അതിനകത്തുള്ള ഓരോ പാർട്സിനെ കുറിച്ചും അതിന്റെ ഫംഗ്ഷനെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പറയുന്നത് ഇപ്പൊ ഏതാണ്? മൈറ്റോകോൺട്രിയയെ കുറിച്ചാണ്. ഓക്കെ, മൈറ്റോകോൺട്രിയ എന്താണ്? നമ്മൾ ആദ്യം SCRT പറയുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോവാം അല്ലെ. എന്താണ്? കോശത്തിലെ ഊർജ നിലയം ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു. ഊർജാവശ്യം കൂടുതലുള്ള കരള്, തലച്ചോറ്, പേശികൾ എന്നിവകളിലാണ് ഈ കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്. അപ്പൊ ഊർജ നിലയം ഏതാണ്? ATP ആയിട്ടാണ് ഇത് രൂപപ്പെടുന്നത് അല്ലെ. ഊർജം സംഭരിക്കുന്ന രൂപം ഏതാണ്? അഡ്രോസിൻ ട്രൈഫോസ്ഫേറ്റ് അഥവാ ATP രൂപത്തിലാണ്. അതേപോലെ തന്നെ ക്രബ്സ് പ്രോസസ് നടക്കുന്നത് എവിടെയാണ് എന്നൊരു ചോദ്യം ചോദിച്ചു കണ്ടിട്ടുണ്ടല്ലേ നിങ്ങൾ? അതെവിടെയാണ്? നമ്മുടെ മൈറ്റോകോൺട്രിയയിൽ തന്നെയാണ്. ഊർജാവശ്യം കൂടുതലുള്ള കരള്, തലച്ചോറ്, പേശികൾ എന്നീ ഭാഗങ്ങളിലാണ് നമ്മുടെ ഊർജ നിലയം, കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്ന മൈറ്റോകോൺട്രിയ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നമ്മൾ അതേപോലെ തന്നെ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കോശാംഗമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. നമ്മുടെ കോശത്തിനകത്തിലെ എന്താണ് സഞ്ചാരപാത എന്നോ കോശത്തിന്റെ അസ്ഥികൂടം എന്നൊക്കെ കോശാസ്ഥികൂടം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറയുന്ന ഒന്നാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നോ കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതും കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം തന്നെയാണ്. ഓക്കെ, ഞാൻ ആ ഫസ്റ്റ് ഇമേജ് കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു അല്ലെ. അടുത്ത പാർട്ട് നമുക്ക് പഠിക്കാനുള്ളത് ആരെ കുറിച്ചിട്ടാണ്? റൈബോസോമുകളെ കുറിച്ചിട്ടാണ്. അപ്പൊ ഈ റൈബോസോമിന്റെ സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. എന്താണ്? കോശത്തിന്റെ ഉള്ളിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം അഥവാ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്ന ആരാണ്? റൈബോസോം ആണ്. ER-നോട് ചേർന്നോ കോശദ്രവ്യത്തിൽ, ER മീൻസ് എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതിനോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് ആരെന്ന് പറയുന്നത്? ഈ റൈബോസോം എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. അതായത് ഇപ്പൊ ഈ പറയുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്ന് അതിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാണ് ഈ പറയുന്ന റൈബോസോം കാണപ്പെടുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലങ്ങളെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നും അതേപോലെ ഈ റൈബോസോം ഇല്ലാത്തവയെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെയാണ്, അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. അതേപോലെ തന്നെ ഈ ഫാനം എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കോശാംഗം തന്നെയാണ് അല്ലെ. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്തിരിക്കുന്ന ഒരു കോശാംഗമാണ് ഏതെന്ന് പറയുന്നത്? ഫാനം എന്ന് പറയുന്നത്. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ ഇതെല്ലാം സംഭരിക്കുന്നതും അതിന് മാറ്റുന്നതും ആര് തന്നെയാണ്? ഈ ഫാനം തന്നെയാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഫാനമാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം? നിർബന്ധമായും നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കേണ്ട SCRT ഫാക്ടറുകളാണ്. അപ്പൊ ഇനി ഇതിന്റെ ഒരു കുറച്ചുകൂടെ ഹയർ ലെവൽ കാര്യങ്ങൾ കൂടെ നമുക്ക് പഠിക്കാനുണ്ട്, അത് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ഏതാണ്? ഗോൾജി കോംപ്ലക്സ് അല്ലെ. ഗോൾജി കോംപ്ലക്സ് എന്നും ഗോൾജി ബോഡീസ് എന്നും ഒക്കെ അറിയപ്പെടുന്ന ഗോൾജി കോംപ്ലക്സ് രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മസ്തരം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സെഞ്ചികളാക്കുന്നത് ആരാണ്? ഗോൾജി കോംപ്ലക്സുകളാണ്. ഗ്രന്ഥികോശങ്ങളിലും കൂടുതലായി കാണപ്പെടുന്ന ഏത് തന്നെയാണ്? ഗോൾജി കോംപ്ലക്സുകളാണ്. അതായത് നമ്മുടെ എൻസൈംസിനെയും അതേപോലെ ഹോർമോണുകളെയും ഒക്കെ ചെറുതര സെഞ്ചികളാക്കി മാറ്റുന്നത് ആരാണ്? ഗോൾജി കോംപ്ലക്സ് ആണ്. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന ആര് തന്നെയാണ്? ഈ ഗോൾജി കോംപ്ലക്സ് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലെ.
ഇനി നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഒരു ചോദ്യം 4 ഓപ്ഷൻ റിലേറ്റഡ് ഫാക്ട്സ് എന്ന രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു പോവാം. ഓക്കെ അല്ലെ? അപ്പൊ കൃത്യമായ ഒരു നോട്ട് എടുക്കുക. പുതിയ ഫാക്ടുകൾ ഇനി കിട്ടുന്നുണ്ട് ഒരുപാട്. അപ്പൊ ആ നോട്ട് പോയിന്റുകളെല്ലാം എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് കൂടെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ആദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. സൈറ്റോളജിയുടെ പിതാവ്, നമ്മൾ പറഞ്ഞു കോശത്തെ കുറിച്ചുള്ള പഠനമാണ് ഏതെന്ന് പറഞ്ഞത് സൈറ്റോളജി. അതിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? റോബർട്ട് ഹൂക്ക് ആണ്. ഓക്കെ, ആരാണ്? റോബർട്ട് ഹൂക്ക് ആണ്. അങ്ങനെയാണെങ്കിൽ ആന്റോൺ വാൻ ലിവാൻഹൂക്ക് ആരാണ്? റോബർട്ട് ഹൂക്ക് എന്ന് പറയുമ്പോൾ സൈറ്റോളജിയുടെ പിതാവാണ് എന്ന് പറഞ്ഞു അല്ലെ. ആന്റോൺ വാൻ ലിവാൻഹൂക്ക് ആരാണ്? ലിവൻ എന്ന വാക്കിൽ നിന്ന് ഓർക്കുക, ലിവിങ് ആയിട്ടുള്ള, ലിവൺ എന്ന വാക്കിൽ നിന്ന് എന്തായിരിക്കാം? ഹൂക്ക് പിന്നെ ആരാണെന്ന് അറിയാം, കോശം കണ്ടെത്തിയ വ്യക്തിയാണെന്ന് അറിയാം അല്ലെ. അപ്പൊ ആന്റോൺ വാൻ ലിവാൻഹൂക്ക് എന്ന് പറഞ്ഞ ലിവൻ എന്ന വാക്ക് ലിവിങ് എന്ന് നമുക്ക് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ജീവനുള്ള കോശങ്ങളെ കണ്ടെത്തിയ വ്യക്തി അല്ലെ, ജീവനുള്ള കോശങ്ങളെ കണ്ടെത്തിയ വ്യക്തിയാണ് ആന്റോൺ വാൻ ലിവാൻഹൂക്ക്. റോബർട്ട് ബ്രൗൺ ആരാണ്? ബ്രൗൺ കളറിലാണ് ന്യൂക്ലിയസ് എന്ന് ആലോചിച്ചാൽ മതി. ബ്രൗൺ കളറിലുള്ള ന്യൂക്ലിയസ് മനസ്സിൽ നമ്മൾ അതിന്റെ പിക്ചർ ആലോചിക്കുമ്പോൾ ഒരു ബ്രൗൺ കളറിലാണ് ന്യൂക്ലിയസ് എന്ന് ആലോചിക്കുക. കോശത്തിന്റെ മർമ്മം അഥവാ നമ്മുടെ സെല്ലിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്നത്. ആരാണ് MJ ഷ്ലീഡൻ എന്ന് പറയുന്നത്? സസ്യകോശങ്ങളിൽ അല്ലെ, സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയ വ്യക്തി അല്ലെ. 1838 സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് MJ ഷ്ലീഡൻ. ഇതിനോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ട ഒരു വ്യക്തി കൂടി ഉണ്ട്. ആരാണ്? തിയോഡർ ഷ്വാൻ അല്ലെ. തിയോഡർ ഷ്വാൻ, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് തിയോഡർ ഷ്വാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആളുകളുടെ പേരുകളൊന്നും മറന്നു പോകരുത്. അടുത്ത ചോദ്യം, നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ആര്? നിലവിലുള്ള കോശങ്ങളിൽ നിന്നുമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ആര്? കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ച ശേഷം ഈ കോശ സിദ്ധാന്തത്തെ പുനരാവിഷ്കരിച്ച വ്യക്തി, അതാണ് ആര്? റുഡോൾഫ് വിർഷോ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് നിലവിലുള്ള കോശങ്ങളിൽ നിന്നുമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ തെറ്റിക്കരുത്. അടുത്ത ചോദ്യം, പ്രോകാരിയോട്ടിക് കിങ്ഡം എന്നറിയപ്പെടുന്നത് അല്ലെ. ഇനി നമ്മൾ റാങ്ക് മേക്കിംഗിലേക്ക് കടക്കണം. 1-2 സിമ്പിൾ ചോദ്യം ആദ്യം തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ ടെൻഷൻ ആവൂ അല്ലെ. അപ്പൊ ഇനി ഈ ചോദ്യങ്ങളൊക്കെ എന്താണ്? പുതിയത് തന്നെയാണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. പ്രോകാരിയോട്ടിക് കിങ്ഡം എന്നറിയപ്പെടുന്ന കിങ്ഡം ഏതാണ് എന്നുള്ളതാണ്. നമുക്കറിയാം 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരുടേതായിരുന്നു? വിറ്റാക്കറിന്റേതായിരുന്നു അല്ലെ. വിറ്റാക്കർ എന്ന് എഴുതുമ്പോൾ തന്നെ വി എന്ന് പറയുന്നത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട് അല്ലെ. വി, വിറ്റാക്കർ. 5 എന്നിങ്ങനെയല്ലേ നമ്മൾ റോമൻ ലെറ്ററിൽ എഴുതുക. ഓക്കെ, അപ്പൊ ഈ വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രകാരം ഏതൊക്കെയായിരുന്നു? വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയായിരുന്നു? പറഞ്ഞു നോക്കട്ടെ. അതിൽ വരുന്നുണ്ട് പ്രോട്ടിസ്റ്റ വരുന്നുണ്ട്, കിങ്ഡം പ്രോട്ടിസ്റ്റ, മൊണീറ, പ്രോട്ടിസ്റ്റ, പിന്നെ എന്താണ് ഫംഗി വരുന്നുണ്ട്, പ്ലാന്റ് അനിമാലിയ അല്ലെ. മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ്, ആനിമാലിയ അല്ലെ. ദെൻ അതിനുശേഷം ഈ പറയുന്ന നമ്മുടെ മൊനീറ എന്ന വർഗത്തെ കുറിച്ച് കൂടുതലായുള്ള പഠനങ്ങൾ നടത്തി അല്ലെ, കൂടുതൽ പഠനങ്ങൾ നടത്തി ഒരു 6 കിങ്ഡം, വിറ്റാക്കർ എന്താണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ഒരു 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? കാൾ വൗസ് എന്ന് പറയുന്നത് അല്ലെ. കാൾ വൗസ് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു ഈ മൊണീറയെ തന്നെ പിന്നെയും, അതായത് ഈ ബാക്ടീരിയയിൽ അടങ്ങുന്ന കിങ്ഡം മൊണീറ എന്ന് പറയുന്ന വിഭാഗത്തെ 2 ആയി തിരിക്കാം. ആർക്കെ എന്നും അതേപോലെ തന്നെ പിന്നെ ഇങ്ങനെയാണ് ബാക്ടീരിയ എന്നും 2 ആയി തിരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ പ്രകാരം പ്രോകാരിയോട്ടിക് കിങ്ഡങ്ങൾ ഏത് വിഭാഗത്തിലാണ് നമുക്ക് ഉൾപ്പെടുന്നത് എന്നൊന്ന് പറയാവോ? എന്താണ് വരുന്നത്? പ്രോകാരിയോട്ടിക് കിങ്ഡം എന്ന് പറയുമ്പോൾ തന്നെ അത് ഏതാണ്? കിങ്ഡം മൊനീറയാണ്, പ്രോകാരിയോട്ടിക് ആണ്. അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? യൂണിസെല്ലുലാർ പ്രോകാരിയോട്ടിക്. ഈ പ്രോകാരിയോട്ടിക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ഡിഫൈൻഡ് ആയിട്ട് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് കാണാൻ കഴിയാത്ത സസ്യങ്ങളെ അല്ലെങ്കിൽ കോശങ്ങളെയാണ് നമ്മൾ പ്രോകാരിയോട്ടിക് കോശങ്ങൾ അല്ലെങ്കിൽ ജീവികൾ എന്ന് പറയുന്നത്. അപ്പൊ യൂണിസെല്ലുലാറുമാണ്, പ്രോകാരിയോട്ടിക്കും ആണെങ്കിൽ അത് കിങ്ഡം മൊനീറയാണ് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തെ കിങ്ഡമായ മൊനീറയാണ് ഏതിന് ഉത്തരമായിട്ട് വരുന്നത്? പ്രോകാരിയോട്ടിക് കിങ്ഡം എന്നറിയപ്പെടുന്നത്. യൂണിസെല്ലുലാർ പ്രോകാരിയോട്ടിക് ആണെങ്കിൽ അത് കിങ്ഡം മൊനീറയാണ്. അതേപോലെ തന്നെ യൂണിസെല്ലുലാർ, ശ്രദ്ധിച്ച് കേൾക്കുക, യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക്,
യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് എന്നറിയപ്പെടുന്ന ആരാണ്? കിങ്ഡം പ്രോട്ടിസ്റ്റയാണ്. അപ്പൊ പ്രോട്ടിസ്റ്റയാണെന്ന് പറയുമ്പോൾ യൂണിസെല്ലുലാർ ആണ്. എന്താണ് യൂകാരിയോട്ടിക്? കൃത്യമായ ഡെഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉള്ള കോശങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? യൂകാരിയോട്ടുകൾ എന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അപ്പൊ ആ ചോദ്യം കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: കോശത്തിലെ ഊർജ ഉൽപാദകർ അഥവാ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത്, കോശത്തിലെ ഊർജ ഉൽപാദകർ അഥവാ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ആരാണ്? അല്ലെ, ആരാണ് പവർ ഹൗസ് എന്നറിയപ്പെടുന്നത്? മൈറ്റോകോൺട്രിയയാണ്. ആരാണ്? മൈറ്റോകോൺട്രിയയാണ് ഊർജത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്റ്റേ എന്താണ്? എന്താണ് ക്രിസ്റ്റേ? മൈറ്റോകോൺട്രിയയുടെ ആന്തരസ്തരത്തിൽ കാണുന്ന ചെറു മടക്കുകൾ, അല്ലെ, എന്താണ് ക്രിസ്റ്റ എന്ന് പറയുന്നത്? നമ്മുടെ മൈറ്റോകോൺട്രിയയുടെ ആന്തരസ്തരത്തിൽ കാണുന്ന ചെറുമടക്കുകളെ ക്രിസ്റ്റ എന്നറിയപ്പെടുന്നു. ക്രെബ്സ് പരിവർത്തി നടക്കുന്ന എവിടെയാണ്? മൈറ്റോകോൺട്രിയയിലാണ്. ATPയുടെ രൂപത്തിലാണ് ഊർജ്ജങ്ങൾ രൂപീകരിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ നമുക്ക് മൈറ്റോകോൺട്രിയ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഭിൻഡെ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. അതോടൊപ്പം തന്നെ മൈറ്റോകോൺട്രിയ ആണ് പവർ ഹൗസ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഫിലിപ്പ് സിക്കോവിക് എന്ന് പറയുന്നത് മറക്കാതെ പഠിച്ചിരിക്കേണ്ട കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ചോദിക്കും, പവർ ഹൗസ് എന്ന് വിളിക്കുന്നത് മൈറ്റോകോൺട്രിയ ആണ് എന്നുണ്ടെങ്കിൽ കോശാസ്ഥികൂടം എന്ന് വിളിക്കുന്നത് അന്തർദ്രവ്യജാലികയാണ്. മറക്കരുത്. റൈബോസോമുകളെ പ്രോട്ടീൻ ഫാക്ടറി എന്ന് വിളിക്കുന്നു. മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോമുകൾ. തെറ്റിക്കരുത് കേട്ടോ. അടുത്ത ചോദ്യം: യൂകാരിയോട്ട് കോശങ്ങളെ റൈബോസോമുകളിൽ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? യൂകാരിയോട്ടിക് കോശങ്ങളിലെ റൈബോസോമുകളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ, അല്ലെ? അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്നതാണ്. അപ്പൊ ഇതില് നമുക്ക് പറയാം ജോർജ് പാലഡയാണ് എന്തെന്ന് പറയുന്നത്? പാലാഡെ ആണ് യൂകാരിയോട്ട് കോശങ്ങളെ റൈബോസോമുകളെ കണ്ടെത്തിയത്. യൂകാരിയോട്ടിക് കോശങ്ങളിലെ റൈബോസോമുകളെ കണ്ടെത്തിയത് ജോർജ് പാലഡയാണ്. റോബിൻസണും അതേപോലെ തന്നെ ബ്രൗണും എന്താണ് കണ്ടെത്തിയത്? മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് റൈബോസോമുകളെ കണ്ടെത്തിയ വ്യക്തികളാണ് ആരെന്ന്? റോബിൻസണും ബ്രൗൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ യൂകാരിയോട്ടിക് കോശങ്ങളിൽ റൈബോസോമുകളെ കണ്ടെത്തിയത് ജോർജ് പാലഡയാണ്. ഓക്കെ, അടുത്ത ചോദ്യം: ഫോസ്ഫോലിപ്പിഡുകൾ, സ്റ്റിറോയിഡുകൾ എന്നിവയുടെ ഉൽപാദനത്തിനും ധാന്യക ഉപാപചയത്തിനും വിഷവസ്തുക്കളുടെ നിർമ്മാർജ്ജനത്തിനും സഹായിക്കുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഏതാണ്? ഫോസ്ഫോലിപ്പിഡുകൾ, സ്റ്റിറോയിഡുകൾ എന്നിവയുടെ ഉൽപാദനത്തിനും ധാന്യക ഉപാപചയ വിഷവസ്തുക്കളുടെ നിർമ്മാർജ്ജനത്തിനും സഹായിക്കുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഏതാണ്? നമ്മുടെ ഓപ്ഷൻ ബി ആയിട്ടുള്ള സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. നമ്മൾ പറഞ്ഞൂല്ലേ, എന്താണ് റൈബോസോമുകൾ കാണപ്പെടാത്ത എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലങ്ങളെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വിളിക്കുന്നു. റൈബോസോമുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നവയാണെങ്കിൽ അത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? അതേപോലെ തന്നെ ഗ്രാനുലാർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണ്? മാംസ്യ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നവയാണ്. ഇത് ഇവിടെ ഏതാണ്ടോ മാംസ്യ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നവയാണ് ഗ്രാനുലാർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതേപോലെ തന്നെ സാർക്കോ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നതോ? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് നമ്മുടെ പേശി പ്രവർത്തനങ്ങളുടെ സമയത്ത് കാൽഷ്യത്തിന്റെ പ്രദാനം അല്ലെങ്കിൽ കാൽഷ്യം പ്രദാനം ചെയ്യുന്നതിനായി വളരെയധികം പങ്ക് വഹിക്കുന്നവയാണ് ഇത് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു: ഫോസ്ഫോലിപ്പിഡുകൾ, സ്റ്റിറോയിഡുകൾ എന്നിവയുടെ ഉൽപാദനത്തിന് ധാന്യ ഉപാപചയ വിഷവസ്തുക്കളുടെ നിർമ്മാർജ്ജനത്തിനും സഹായിക്കുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഏതെന്ന് ചോദിച്ചാൽ അത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അതേപോലെ തന്നെ മാംസ്യ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഏതെന്ന് ചോദിച്ചാൽ അത് ഗ്രാനുലാർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അതേപോലെ തന്നെ പേശി പ്രവർത്തന വേളകളിൽ കാൽഷ്യം പ്രദാനം ചെയ്യുന്ന എൻഡോപ്ലാസ്മിക് ഏതെന്ന് ചോദിച്ചാൽ അത് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് എന്നുകൂടെ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ അല്ലെ? അടുത്ത ചോദ്യം: നിരവധി അറകളും സമാന്തര രീതിയിലുള്ള പരന്ന സ്ഥലത്താൽ പൊതിഞ്ഞ വെസിക്കിളുകളും ഉൾപ്പെടുന്ന കോശാംഗം ഏത്? ഗോൾജി ബോഡീസ് ആണ്. ഏതാണ്? ഗോൾജി ബോഡീസ് ആണ്. നമ്മൾ പഠിച്ച ആദ്യം തന്നെ പറഞ്ഞിരുന്നു അല്ലെ, ഗോൾജി ബോഡികളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഇപ്പൊ ഈ ഉള്ള സെന്ററിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഗോൾജി ബോഡീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ എങ്ങനെ പറയാം? ഇപ്പൊ ലോവർ ലെവലിലുള്ള അനിമൽസ് ആണെങ്കിൽ അതിലുള്ള സിസ്റ്റഡേകളെയാണ് എന്ന് പറയുന്നത് ഡിക്റ്റിയോസോം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഗോൾജി ബോഡീസിൽ വന്നിട്ട് DJ മോറിന്റെ വർഗീകരണത്തിൽ ഗോൾജി യൂണിറ്റ് ഏറ്റവും ലഘുവായ ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് സിസ്റ്റർനെ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ലോവർ ലെവൽ എലിമെന്റ്സിലാണെങ്കിൽ അതിന് ഡിക്റ്റിയോസോം എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം: മൈറ്റോകോൺട്രിയ എന്ന പദം ആദ്യമായി കൊണ്ടുവന്നത് ആരാണ്? മൈറ്റോകോൺട്രിയ എന്ന പദം ആദ്യമായി കൊണ്ടുവന്ന വ്യക്തി ആരാണ്? ആരായിരുന്നു മൈറ്റോകോൺട്രിയ എന്ന പദം? നമ്മൾ പറഞ്ഞു സി ബെൻഡെ ആണ്. ആരാണ്? സി ബെൻഡെ ആണ്. ഓക്കെ, നമ്മുടെ അഥവാ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ ആദ്യമായി കണ്ടെത്തിയ വ്യക്തിയാണ് എമിലിയോ വെറൈറ്റി എന്നൊക്കെ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു, മറക്കരുത് കേട്ടോ. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ പ്രോകാരിയോട്ട് അല്ലാത്തത് ഏത്? നമ്മൾ പറഞ്ഞു പ്രോകാരിയോട്ട് എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലാത്തവയെ നമ്മൾ എന്തെന്ന് പറയും? പ്രോകാരിയോട്ടുകൾ എന്ന് പറയും, അല്ലെ? അപ്പൊ താഴെ പറയുന്നവയിൽ പ്രോകാരിയോട്ട് അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. അതേതാണ്? അമീബയാണ്. ഏതാണ്? അമീബയാണ് പ്രോകാരിയോട്ട് അല്ലാത്തത്.
അടുത്ത ഒരു ചോദ്യം, ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ എന്നാണ് കേട്ടോ, സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഏതാണ്? ഫേനമാണ്. ഓപ്ഷൻ ഡി ഫേനമാണ്. അല്ലെ, നമ്മൾ ഫേനത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ എടുത്ത് പറഞ്ഞത് തന്നെയാണ്. അത് അങ്ങനെ തന്നെ പരീക്ഷകളിൽ ചോദിക്കാറുമുണ്ട്. അപ്പൊ എന്ത് ചെയ്യരുത്, മറന്ന് പോവരുത് കേട്ടോ. ഇതേപോലെ ഓരോ കോശാംഗങ്ങളും എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നിർബന്ധമായും പഠിച്ചിരിക്കുക. അതിന്റെ ഫാക്ടുകൾ കൂടെ ചേർത്ത് എക്സ്ട്രാ പോയിന്റുകൾ കൂടെ എഴുതി വെച്ച് പഠിച്ചാലേ പഠനം എഫക്റ്റീവ് ആവൂ. അപ്പൊ ഇനിയുള്ള സമയങ്ങൾ കൃത്യമായി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമുള്ള സമയം നമുക്ക് റിവിഷന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റൂ. LP-UP എന്ന സ്വപ്നത്തിൽ എത്താനായിട്ട് 1-2 മാസത്തെ കഷ്ടപ്പാടോ അല്ലെങ്കിൽ കഠിന പ്രയത്നമോ പോരാ. കൃത്യമായ സ്ട്രാറ്റജിയോടൊപ്പം നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്താലേ ആ സ്വപ്നത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളുടെ പഠനം ആരംഭിക്കാം എയിം സ്റ്റഡി സെന്ററിലൂടെ. നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ പുതിയ ബാച്ചുകൾ ഫെബ്രുവരി 2 ആരംഭിക്കുന്നുണ്ട്. അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ 9446537087 നമ്പർ കോൺടാക്ട് ചെയ്യാം. ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസുകൾ ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിരവധി ഫ്രീ ക്ലാസുകൾ നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ എല്ലാം ലിങ്കുകൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വാട്സാപ്പിലൂടെ ലഭിക്കുന്നതിനായിട്ട് ഫ്രീ വാട്സാപ്പ് ലിങ്ക് ചാനലിന്റെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കൂടെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്